ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDP പിന്തുണയിൽ കൂടുതൽ നടപടികളുമായി കോൺഗ്രസ്. പ്രാദേശിക നേതാവ് വർഗീസ് ചൊവ്വന്നൂരിന് DCC കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 2 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ വർഗീസിനെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ചൊവ്വന്നൂര് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവിടെ നിന്ന് ഉണ്ടായത്. SDPIയുടെ വോട്ട് വാങ്ങി പിന്നെ പാർട്ടിയുടെ അംഗമായിരുന്ന നിതീഷ്, അദ്ദേഹം പ്രസിഡൻ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ സെബേറ്റ വർഗീസ് വൈസ് പ്രസിഡൻ്റായിട്ടുണ്ട്. 2 പേര് ഇന്നലെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അല്ല, അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. SDP പിന്തുണയോടെ ജയിച്ച പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കോൺഗ്രസ് ഇന്നലെ പുറത്താക്കിയിരുന്നു. മുബഷിർ അക്ബറുണ്ട്. മുബഷിർ അക്ബർ, മറ്റത്തൂരിൽ BJPയുമായി ബന്ധം, ചൊവ്വന്നൂരിലേക്ക് വന്നാൽ SDPയുമായി ബന്ധം, അതാണ് ഇപ്പോൾ കോൺഗ്രസിനെ വലിക്കുന്നതും. എന്തായാലും പാർട്ടിയുടെ നടപടിയെ തുടർന്ന് ഇപ്പോൾ രാജിവെക്കുമോ? ഡോക്ടർ കുമാർ, തൃശ്ശൂരിനെ സംബന്ധിച്ച് മറ്റത്തൂർ കൂടാതെ ചൊവ്വന്നൂരിലുമാണ് കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. SDP പിന്തുണയോടുകൂടി അവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ഇപ്പോൾ പാർട്ടി കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ കാരണമായിരിക്കുന്നത്. നേരത്തെ കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് സുജിത്ത് എന്ന് പറയുന്ന യുവാവിനെ നിയമപരമായിട്ടും അല്ലാതെയൊക്കെ തന്നെ സഹായിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വർഗീസ് ചൊവ്വന്നൂർ എന്ന് പറയുന്ന നേതാവിനെ നമുക്കറിയാം. ആ നേതാവിന് ഉൾപ്പെടെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. SDP അവിടെ 2 സീറ്റുകളാണ് ലഭിച്ചിരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന സമയത്തായിരുന്നു അപ്രതീക്ഷിതമായിട്ട് ഇത്തരമൊരു നീക്കം അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ജില്ലാ നേതൃത്വങ്ങളുടെ അറിവോടുകൂടിയല്ല സംഭവിച്ചത് എന്നുള്ളതാണ് സംഭവത്തിൽ ഇന്നിപ്പോൾ DCC വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ വൈസ് പ്രസിഡന്റിനെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് വർഗീസ് ചൊവ്വന്നൂരിന് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മറുപടി തൃപ്തികരമല്ലെങ്കിൽ വർഗീസ് ചൊവ്വന്നൂരിനെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് DCC നേതൃത്വം അറിയിക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു. മുബഷീറാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.